ഹരേ കൃഷ്ണ. ഗുരുവായൂർ പുണ്യസങ്കേതത്തില് ഉച്ചപൂജ കഴിഞ്ഞ് കളഭാഭിഷേകത്തിൻ്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ഭഗവാനെ ഇന്ന് നമുക്ക് ഒന്ന് കണ്ടാലോ? ഭഗവാന്റെ ഈ അലങ്കാരം കാണുമ്പോൾ നമ്മൾ എന്തായാലും ഭഗവാന്റെ കീർത്തനങ്ങൾ, നാമങ്ങൾ അറിയാതെ തന്നെ അങ്ങ് ചൊല്ലിപ്പോവും. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞ് കൈകൂപ്പി നിൽക്കും. കാരണം നമുക്ക് മറ്റൊന്നും പറയാനുണ്ടാവില്ല. പിന്നെ ഭഗവാനെ കാണുമ്പോൾ ഭഗവാനെ, ഈശ്വര എന്ന് തന്നെ വിളിക്കാനേ കഴിയുള്ളൂ. നമുക്ക് ഭഗവാനെ ഒന്ന് കാണാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്ന് നമുക്ക് ദർശനം തുടങ്ങിയാലോ? നല്ല വീതിയുള്ള സ്വർണ്ണ തളകളണിഞ്ഞ ഭഗവാന്റെ പാദങ്ങൾ എന്താ ഭംഗി കാണാനെന്നറിയോ? ആ കുഞ്ഞു കാലുകൾ ഇങ്ങനെ കാണുമ്പോൾ അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആദ്യം ആവാഹിക്കുക. ആ നല്ല വീതിയുള്ള സ്വർണ്ണത്തലകൾ ചാർത്തിയ ഭഗവാന്റെ പാദങ്ങൾ, ആ തൃപ്പാദങ്ങളുടെ ശക്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ മഞ്ഞുപട്ട കോണം ഒക്കെ ആയിട്ട് ധരിച്ചിട്ടാണ് ഉണ്ണി നിൽക്കുന്നത്. കിങ്ങിണി ഇങ്ങനെ കൊമ്പയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അരിഞ്ഞാണും കിങ്ങിണിയും അരക്കെട്ടിൽ ശോഭിക്കുന്നുണ്ട്. ആ സ്വർണ്ണ കിങ്ങിണികൾക്കിടയിലൂടെ മുട്ടുവരെ തൂങ്ങിക്കിടക്കുന്ന സ്വർണ്ണ പതക്കങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. ഭഗവാന്റെ ഓരോ ചലനത്തിലും പ്രപഞ്ചനാദം മുഴങ്ങണത് പോലെ തോന്നിപ്പിക്കും നമുക്ക്. ഇനി ഭഗവാൻ ഈ നിൽപ്പ് എങ്ങനെയാ നിൽക്കുന്നത്? കൈകളില് വെണ്ണയും പിന്നെ ഓടക്കുഴലുമായിട്ടാണ് ഇന്നത്തെ കണ്ണന്റെ അലങ്കാരം. ഒരു കയ്യില് വെണ്ണ ഉരുളിയുണ്ട്, മറു കയ്യില് ഓടക്കുഴലും ഉണ്ട്. ഭഗവാന്റെ തിരുമാറിൽ ചാർത്തിയിരിക്കുന്ന മാലകളിലേക്ക് നോക്കി നോക്കൂ. ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള കാശുമാലയും മാങ്ങാമാലയും കഴുത്തിനോട് ചേർന്ന് പിന്നെ ഒരു സ്വർണ്ണ വളയം പോലെയുള്ള ഒരു മാലയും കൂടി ഭഗവാൻ ചാർത്തിയിട്ടുണ്ട്. ഉണ്ടമാലകൾ നോക്കൂ. 2 തരം ഉണ്ടമാലകളാണ് പ്രധാനമായിട്ട് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് താമര, തെച്ചി, തുളസി ഒക്കെ കൂടി ചേർത്ത് കോർത്തെടുത്തിട്ടുള്ള ഒരു ഉണ്ടമാലയാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടമുള്ള വനമാല എന്ന് പറയുന്നത്. തെച്ചിയും തുളസിയും ചേർത്ത് കോർത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പ്രകൃതിയും ദൈവവും ഒന്നാണെന്ന സത്യമാണ് ഈ വനമാല നമ്മളെ ഓർമ്മിപ്പിക്കുക. ഭഗവാന്റെ തിരുമുടിയിലെ കളഭം കൊണ്ട് നിർമ്മിച്ച പീലി ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂക്കളും തുളസിയും ചേർത്ത് തിരുമുടി മാലകൾ 2 തലമുടിയിൽ കിരീടത്തിൽ ഇങ്ങനെ താഴേക്ക്, അത് കിരീടത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുകയാണ്. തിരുമുടിമാലയായിട്ടാണ് ചാർത്തിയിട്ടുള്ളത് 2. ഇനി ആ കുഞ്ഞുമുഖത്ത് നോക്കൂ, എന്താ മന്ദഹാസല്ലേ! എല്ലാ ഭക്തരെയും ആകർഷിക്കുന്ന ഭഗവാന്റെ മന്ദഹാസാണ്. ഭക്തരുടെ ദുഃഖങ്ങളെല്ലാം ആ പുഞ്ചിരി, ആ ശ്രീലകത്തെ ദീപപ്രഭയിൽ നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യുക. കൈകളിൽ നോക്കൂ, ഒരു വലിയ വെണ്ണയുരുളയാണ് വലത് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. ഭക്തന്റെ ഹൃദയത്തിലെ നിർമ്മലമായ സ്നേഹത്തെയാണ് ആ വെണ്ണയുരുള കാണിക്കുന്നത്. ഭഗവാൻ എന്തൊരു ഇഷ്ടാന്നറിയോ ആ സ്നേഹം! ഭഗവാൻ എന്തൊരു ഇഷ്ടാ ആ വെണ്ണ! വെണ്ണ തന്നെയാണ് സ്നേഹം, സ്നേഹമാണ് ആ വെണ്ണ. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വെണ്ണ. ഇടതെ കൈ നോക്കി നോക്കൂ, ആത്മീയ സംഗീതം പൊഴിക്കുന്ന ഓടക്കുഴലാണ്. കൈവളകളും തോൾവളകളും ഒക്കെ ചാർത്തിയുള്ള കൈകളിൽ ഭഗവാൻ ഇങ്ങനെ സംഗീതം പൊഴിക്കുന്ന ഓടക്കുഴലും പിടിച്ചിട്ട്, ആത്മീയ സംഗീതം പൊഴിക്കുന്ന ഓടക്കുഴലും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാന്റെ സംരക്ഷണ വലയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ശ്രീലകത്ത് നിൽക്കുന്ന ഈ ഉണ്ണിക്കണ്ണൻ ഭക്തരെ എല്ലാവരും ഇങ്ങനെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നാവുണ്ടെന്നുള്ളത് ഭാഗ്യല്ലേ, നാമം ജപിക്കാത്തത് കഷ്ടല്ലേ എന്ന് പറയില്ലേ? അതേപോലെയാണ് നമുക്ക് എന്തായാലും ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഭക്തി ഉള്ളിലുണ്ടോ അറിയാതെ നാമം ജപിച്ചു പോവും. വേറൊന്നും പറയാൻ കഴിയില്ല. കണ്ണ് നിറഞ്ഞൊഴുകും ഭക്തിയിൽ. പിന്നെ അതേപോലെ തന്നെ നാമം ജപിച്ചു പോവും. നമുക്കെല്ലാവർക്കും ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഉറക്കെ ഒരുമിച്ച് നാരായണ നാമം ജപിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകത്തിനു മുഴുവൻ മംഗളം ഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാമം ചൊല്ലാം. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.